പിടിക്കണം, അല്ലെങ്കിൽ തന്നെ തണുപ്പും മഞ്ഞും കാരണം ഹെലികോപ്റ്റർ മഞ്ഞിന് തുരിച്ചിരിക്കാൻ വന്ന ഹെലികോപ്റ്റർ. ആർക്ക് കച്ചകളായി എടി മഞ്ഞിന് തുരിച്ചടിക്കണ ഹെലികോപ്റ്റർ അല്ല, തണുപ്പത്ത് എന്റെ പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കണാണ്. കരിമ്പിട്ടിരുന്നെങ്കിൽ അണ്ണാക്കി കയറ്റി കുറച്ച് ജ്യൂസ് അടിക്കാറുണ്ട്. ആ ഇത് എപ്പ വന്ന്? നിങ്ങൾ ജനിച്ചപ്പോ തന്നെ വന്ന്. എന്തോന്ന്? അല്ല നിങ്ങളുടെ കൈ. അയ്യോ എന്റെ കൈ വന്ന കാര്യമല്ല പറഞ്ഞത്, എന്റെ റൂളി പെൻസിൽ എപ്പ വന്ന്? റൂളി പെൻസിലോ? അയ്യോ വായി കൊള്ളാത്ത പേര് വിട്ട് നിന്റെ റൂബി മോൾ എപ്പ വന്ന്? ഞാൻ കുറച്ച് മുന്നേ വന്നേ. അതെന്ത് വലിച്ചിങ്ങോട്ട് ഇട്ടത്? അടുപ്പിച്ച് ഈ വരുന്ന 25-ാം തീയതി എന്റെ കല്യാണമാണ്, കുടുംബത്തോടൊപ്പം വരണം, തിന്നിട്ട് കയറ്റിട്ട് പോണം. അയ്യോ എനിക്ക് വരാൻ പറ്റില്ല, ഒന്നിനും എന്റെ കല്യാണം. അയ്യോ നമ്മളെ കല്യാണം എനിക്ക് വയ്യ. ഞാൻ റോഡിൽ കണ്ട പട്ടിയെടുത്തും പൂച്ചെടുത്തൊക്കെ കല്യാണം വിളിച്ച് താണ്ടടാ കെട്ടാൻ പോണ പെണ്ണിനെ കല്യാണം വിളിച്ചേ. ഞാനൊരു കാര്യം പറഞ്ഞ റൂമുകൾ സത്യം പറയോ? സത്യം പറയും, ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. എന്തോ തെളിവ്? നാക്ക് നോക്കി. നന്നായിരിക്കുന്നു, കുതിരാൻ തുറങ്ങത്തിനകത്തൂടെ പോണ ഹൈവേ പോലെ ഒരു വെള്ള വരയും കൂടെ ഇട്ട് കൊടുത്താ മതി. ദൈവമേ ഇങ്ങനത്തെ കരുനാക്കന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ? ഞാൻ അതല്ല ചോദിച്ചത്, ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഞാൻ നല്ലല്ലോ ഇങ്ങനെ നടന്നല്ലേ വന്നത്. അതുമല്ല വന്ന പാടെയോ ലഡുവിലേക്ക് തുറച്ചു നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. എന്താണെന്ന് അറിയാമോ, ലഡു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടിലൊക്കെ ഭയങ്കര കമ്പമാണ്. ഞങ്ങളുടെ ഇടയ്ക്ക് ഉത്സവത്തിനാണ് കമ്പം. വന്ന് കയറണേനും അങ്ങ് തുടങ്ങി. അതായത് ഞാൻ അവിടെ പെണ്ണ് കാണാൻ വന്നില്ലേ, ആദ്യമായിട്ട് എന്നെ കണ്ടപ്പം നിനക്ക് എന്തോ നെടി തോന്നിയത്? ഞാൻ പറയട്ടെ? പറ അങ്ങോട്ട് പറ. എനിക്ക് ഇഷ്ടായെന്നാ പറഞ്ഞേ. ഈ ഒരു വാക്കിന് വേണ്ടിയല്ലേ ഞാൻ കൊതിച്ചിരുന്നത്. എന്തരടി എന്തോരോ കൂടോത്രമൊക്കെ ചെയ്യാൻ പോണേ എന്റെ. എന്തോന്നറിയത്? എന്റെ പപ്പ ഇത് കണ്ടാ? എന്തോന്നത്? എന്റെ പപ്പ പറഞ്ഞ് നമ്മുടെ കല്യാണം ഉറപ്പിക്കട്ടല്ലേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ലല്ലോ, ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്നാ മതി എന്ന് പറഞ്ഞു. അതെന്തിനു പപ്പ അങ്ങനെ പറഞ്ഞത്? മുടിയാൻ നേരത്ത് എന്റെ പപ്പ എന്റെ മമ്മീനെ പെണ്ണ് കണ്ട് 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ കല്യാണം നടന്നത്. അതുകൊണ്ട് അതിനിടയില് അവര് മിണ്ടുകയോ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു രസമുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞപ്പോ ഞാനുണ്ടായി. കണക്കങ്ങോട്ട് ക്ലിയർ ആവണില്ല. നമ്മളാണ് ആ കണക്ക് ക്ലിയർ ആവണില്ല. സീരിയസ് ആയിട്ട് ഞാൻ വീണ്ടും ചോദിച്ചാലും നീ പറയില്ല, കണക്ക് ക്ലിയർ അല്ല അത്. നിന്റെ പപ്പയുടെ പേരെന്തോന്ന് പറഞ്ഞത്? പീറ്റർ. ആ പേര് അയാൾക്ക് ചേരൂല, ഇൻകുബേറ്റർ. അതാകുമ്പോ മണിക്കൂർ ഇടവിട്ട് മുട്ട ഇങ്ങനെ ചൂടാക്കി വിരിച്ചിറക്കല്ല. എനിക്ക് സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോ എടുക്കണം, പക്ഷെ തൊട്ട് പോരുതന്നെ. എനിക്ക് എന്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഒരാണും എന്നെ സ്പർശിക്കരുത്. എനിക്ക് ഇഷ്ടമല്ല, 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 എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തൊട്ടുമില്ല പിടിച്ചു. ആണോ പപ്പയുടെ കോല് കിടക്കണ കിടപ്പ് അളവ്. ഇവിടുന്ന് എടുത്ത് കളഞ്ഞ സാധനമാണ് നാഗവല്ലി. ഇനി പറ്റൂല ഇവിടെ. നിനക്ക് തൊട്ടാ കുരു മഞ്ഞനെ ദേഹത്തോടാനും സമ്മതിക്കില്ല. അവിടെ എല്ലാം പോയി ഉണ്ടാക്കി വിട്ടോണ്ടിരിക്കുന്നത്. അത് തന്നെ ഞാനും ചോദിക്കണം, എന്തിനാ പൈസ ചെലവാക്കി വന്നത് ദേഹത്തോടാൻ പോലും? നമ്മൾ എന്തിനാണ് വന്നത് പറ. സാധനം എടുക്കാൻ തന്നെ വന്ന പറ. ദൈവമേ പറയുമ്പോൾ അവ എവിടെ ചെന്ന് കിടക്കണ്. അയ്യോ സമയം കുറയായി, നില്ല വിളിക്കട്ടെ. എടാ സുരേഷ, എടാ ഞങ്ങൾ രണ്ടും ഇവിടെ മൂന്നാറെത്തിയടാ. നീ മാന്നാറിയിക്കണെന്നാ? എടാ നീ എന്തോ ഉണ്ടാക്കാനാടാ നീ മാന്നാറിന് വെച്ചിട്ട് പോ. എന്റെ പൊന്നുമക്കളെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞാണ് മൂന്നാർ വരാൻ വേണ്ടി ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത്. നീ നോക്ക്, ഇത് മാന്നാർന്നല്ലേ എഴുതിയേക്കണത്. ഇതില് ഇവിടെ ഇല്ല. അത് തന്നെ നടക്കൂല, എനിക്കറിയാം. അത് എനിക്ക് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായ നടക്കൂല. എന്നാ നമുക്ക് ഞാൻ പോട്ടെ. എന്റെ പപ്പ സമ്മതിക്കില്ല, ഞാൻ പോട്ടെ. മൂന്നാർ പോലുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ നിന്നിട്ട് ആരെങ്കിലും ഒക്കെ പോവോ? എടി ഇവിടെയൊക്കെ നല്ല ഹോം സ്റ്റേ ഉണ്ട് കണ്ട. ഒരു ദിവസം ഹോം സ്റ്റേ ഒക്കെ ചെയ്തിട്ട് നമുക്ക് രാവിലെ കുളിച്ച് വൃത്തിയായി പല്ലൊക്കെ തേച്ച് വീട്ടിൽ പോയാലോ? എന്നാ ഒരു പണി ചെയ്യാം. അത് പറ. നമുക്ക് രാത്രി മുഴുവൻ ഇവിടെ തീ കത്തിച്ച് രാവിലെ വരെ ഉറക്കൊളച്ചിരുന്ന് സംസാരിച്ചിരിക്കാം. എന്നിട്ട് വേണം ഉറക്കം തൂങ്ങി ആ തീയിൽ വീണിട്ട് ചുട്ട കോഴിയെ പോലെ ഞാൻ രാവിലെ തേരാ പാര ഇത് വഴി നടക്കായി. എന്റെ പൊന്നപ്പി ഇതിനേക്കാളും നല്ല നിന്റെ അപ്പന്റെ അളവ് പോലെ തന്നെ. അവന്റെ ആയുസ് ഇന്നോടെ തീർന്നു, അമ്മയുടെ തീരും. ഹലോ ഒക്കെ ഉണ്ട്, ചെന്ന് ചാടിക്കൊടുക്കല്ലേ. അയ്യോ എന്തുമാത്രം പ്രതീക്ഷയോടെ വന്നട. എനിക്ക് വയ്യ, എന്റെ പൈസയും പോയി, എല്ലാം പോയി.
അയ്യോ ഒന്ന് തൊട്ട്. ശരറാന്തൽ മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. കേട്ടില്ല നീ ഇങ്ങനെ തൊള്ള കയറി വിളിച്ചാ പിന്നെ കേക്കൂലേ? ഇവിടെ ആളുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ. ആരാ മനസ്സിലായില്ല? ഞാൻ ശരറാന്തൻ രവികുമാർ, പ്രശസ്ത ഡയറക്ടർ. അയ്യോ എന്താ സാറേ ഈ വായിക്കിടന്ന ബബിൾക്ക് പറഞ്ഞു. ഞാൻ വിചാരിച്ചു കൊറനാള് തെറിച്ചു പോയാ. എന്താ തെറിച്ചു പോണത് പോലെ എനിക്ക് തോന്നി. ഞാനേ പ്രശസ്ത ഡയറക്ടർ ശരറാന്തൻ രവികുമാർ. പറയണ സാറേ. സിനിമ ഇൻഡസ്ട്രിയിൽ രവിയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ സ്റ്റാൻഡ് പോലും ഇന്ന് ചെയ്ത് ചോദിക്കും രവിയേട്ടൻ എപ്പോഴാ വന്നത്. ഈ ശരരാന്തൽ എന്ന പേര് വന്ന കാര്യം? ശരറാന്തൻ എന്ന് പറഞ്ഞ സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത്. സാർ ഫസ്റ്റ് ചെയ്തത്? ഫസ്റ്റ് ചെയ്ത സിനിമ അത് നമ്മൾ ഈ കാണുന്ന ഈ ലൊക്കേഷനിൽ വെച്ചാൽ നമ്മൾ ഇവിടെ വെച്ചാണോ ഷൂട്ട് ചെയ്തത്? അവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അയ്യോ. അവിടെ ഷൂട്ട് ചെയ്തിട്ട് അവിടെ തന്നെ ഞങ്ങൾക്ക് കുഴിച്ചങ്ങ് മൂടി. അതെന്താ അങ്ങനെ ചെയ്ത? ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്ഷനും കട്ടും പറഞ്ഞ് തൊണ്ടയ്ക്കുവാനും എടുത്ത ഡയറക്ടറാണ് ഞാൻ. എനിക്ക് സംശയമാണെങ്കിൽ അവിടെ ചെന്ന് തുറന്നു നോക്കിയാൽ രണ്ട് ക്യാമറ ഒരു ഐപോഡും കൂടെ അവിടെ കിടക്കുന്നതാണ്. മണ്ണിൽ ഒരു ചെറിയൊരു സാധനം ഇങ്ങനെ പൊങ്ങിക്കണ ജിമ്പലിന്റെ കുഞ്ഞാ കളിച്ചു. സാറേ ഇപ്പൊ ശരറാന്തൽ അന്നല്ല പേരിടേണ്ടത്, ശബറാന്തൽ എന്ന് പേരിട്ടാ കൊള്ളായിരുന്നു. എക്സാക്ട്ലി കറക്റ്റ്. മഞ്ഞിനകത്തിരുന്ന് കീച്ചൻ തൊട്ടി വില. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 98 ഒരു പടം ചെയ്തു. അയ്യോ ആരടാ എന്റെ ഫ്രണ്ട് ഇരിക്കുന്നത്? 98 സിനിമ ചെയ്തൊരു മഹാനായ ഡയറക്ടറില്ലേ? അതല്ല പറഞ്ഞത്. 1998 ഞാനൊരു പടം ചെയ്തായിരുന്നു. അങ്ങനെ മണി ട്രാപ്പ് എന്ന് പറഞ്ഞൊരു പടം. ഓഹോ പറയണ സാർ. ആ പടം കേരളത്തിൽ വൻ കോളിളക്കം സൃഷ്ടിച്ച പടവാ. അയ്യോ ഞാൻ കാണാൻ പറ്റിയില്ല സാറേ. എനിക്ക് ആര് കണ്ടു കോളിളക്കം സൃഷ്ടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ വിളിച്ച് പൈസ വാങ്ങിച്ചിട്ട് അഭിനയിപ്പിക്കാൻ പറഞ്ഞിട്ട് ഈ ഡയറക്ടർ മുങ്ങിക്കളഞ്ഞു. വൃത്തികെട്ടവൻ ചെറ്റ പരനാറി. ആരാണ് സാർ ഈ വൃത്തികെട്ട ഡയറക്ടർ? അന്നൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല ഞാനായിരുന്നു. ഞാൻ അന്ന് ഇവിടെ ഞാൻ മുങ്ങിക്കളഞ്ഞു. എന്നിട്ട് സാർ പിന്നെ എവിടെ പൊങ്ങി? ഞാൻ പൊങ്ങിന്ന് പറഞ്ഞാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്ത് കുറെ പെൻഗിനുകൾ ഇരിപ്പില്ലയോ, അതിന്റെ ഇടയിലോട്ട് കയറി അങ്ങ് ഇരുന്നു. എന്നിട്ട് സാർ അവിടെ കയറി ഇരുന്നത്? ഇവന്മാർ വന്ന് എന്നെ പൊക്കത്തില്ലയോ. അങ്ങനെ അവിടെ ഇരുന്നപ്പോ എനിക്കൊരു ചിന്തയിൽ വന്ന് ഒരു പുതിയ പടം ചെയ്താലോന്നും. അങ്ങനെ ഞാൻ നാട്ടിൽ ഒരു കൂട്ടുകാരെ വിളിച്ച് പോകാൻ പറഞ്ഞു. ഒരുത്തന്റെ കുറെ പൈസ ആയിട്ട് വെറുതെ കളയാൻ. ഞാൻ പറഞ്ഞു പിടിച്ചോ നമുക്ക് സിനിമ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുതിയ സിനിമയുടെ ലൊക്കേഷൻ നോക്കി ഇങ്ങോട്ട് ഞാൻ ഈ തണുപ്പത്തോടെ കയറി വന്നു. ഈ തണുപ്പത്ത് ഈ മഞ്ഞിന്റെ ഇടയിൽ വെച്ച് എന്നാ സാറിന് സിനിമ ഷൂട്ട് ചെയ്യണം? എടാ ഈ മഞ്ഞും തണുപ്പൊന്നും എനിക്ക് വലിയ വിഷയമല്ല. ഞങ്ങൾക്ക് സംശയമാണ്. കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ ഞാൻ ഉടുതുണിയെല്ലാം പറിച്ച് കളഞ്ഞിട്ട് ഈ കോടമഞ്ഞിനകത്ത് കിടന്ന് ഉരുളും. എനിക്ക് ഭ്രാന്തൊന്നുമല്ല. പിന്നെ ഇതുപോലെ തന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്ത് ഞാൻ ഇതുപോലെ ചെയ്തായിരുന്നു. ഒരു ദിവസം അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്ത് ഐസ് കട്ടയുടെ പുറത്ത് ഞാൻ ഇതിന്റെ തുണി ഇല്ലാതെ കിടക്കുക. അപ്പൊ ഒരു പെൻകിൻ ഇങ്ങനെ നടന്നു വന്നിട്ട് എന്നോട് ചോദിക്കുക, ഇതൊക്കെ എന്തോ കാണിക്കുന്നത്? ഞങ്ങൾ ഇവിടുന്ന് കൂട്ടത്തോട് പാരായണം ചെയ്തു പോവാന്ന്. ഈ പെൻകിനുകളൊക്കെ സംസാരിക്കുമോ സാറേ? കള്ളക്കഥ പറയുമ്പോ കല്ല് വരെ സംസാരിക്കും. പിന്നെ അതെ എന്തായാലും പേരെന്ന് പറയാ? എന്റെ പേര് പൊടിമോൻ. പൊടിമോന്റെ മുഖത്തൊരു വിഷാദം തളം കെട്ടി കിടന്ന് തുടിക്കുന്നു. ഒന്നും പറയണ്ട സാറേ, വാക്കുകളൊന്നും പുറത്തോട്ട് വരുന്നില്ല. കണ്ടോ, കൃത്യസമയത്തിന് റിഹേഴ്സലിന് വരത്തില്ല. ഫ്ലോറിൽ കയറിയൊക്കെ തള്ളിയൊക്കെ മെടുക്കാന്ന് വാക്കുകൾ പറഞ്ഞത്. ഭയങ്കര വിഷമം കൊണ്ട് വാക്കുകൾ പുറത്തോട്ട് വരുന്നില്ല. വിഷമിച്ച് നിൽക്കുവാന്നോ? കല്യാണം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് കല്യാണമാണ്. അപ്പൊ എല്ലാം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ മറ്റേ ഇതിന്റെ ഈ ഷേവ് ചെയ്യാൻ വേണ്ടി ഷേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അല്ലേ പറഞ്ഞേ, ബാർബർ ഷോപ്പിലല്ലേ പോകുന്നത്? അല്ല മറ്റേ ഇതിന്റെ ഡാറ്റ ഒക്കെ എഴുതിയിട്ട് നമ്മള് ഫേസ്ബുക്കിലേക്ക് ഇടൂല സാറേ. ഞങ്ങളെ കല്യാണമാണ്, എല്ലാരും വരിക എന്ന് നമ്മളിങ്ങനെ അറിയിക്കൂലേ? മുഖം കിടന്നങ്ങ് മിനുങ്ങുന്നുണ്ടല്ലോ. എന്താ സാറേ? എന്താ ജോലി? എന്ത്? ഞാൻ ദുബായിൽ വലിയൊരു അക്കൗണ്ട് കമ്പനിയിൽ അങ്ങ് മണ്ടയിലാണ് ടോപ്പില് ഏറ്റവും മേളിൽ പ്രാവിരിക്കുന്നിടത്തായിരുന്നു. എനിക്ക് പിടി കിട്ടി. സേവ് ദ ഡേറ്റ് അങ്ങനെ വേണം പറയാനൊക്കെ. അവളെ എങ്ങനെയാണ് പറഞ്ഞത്? അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ സാറേ ഒരു കാര്യം, എന്താ സാർ ഈ സിനിമയിലൊക്കെ അഭിനയിച്ച് ഒരു നടിമാരുമായിട്ടൊക്കെ ഭയങ്കര ഇളക്കവും വിളക്കവും അല്ലേ? സുന്ദരിമാരായ നടിമാരെ കാണുമ്പോ സാറിന്റെ മനസ്സ് ചഞ്ചലപ്പെടൂലേ? എന്തിന്? എടാ നമ്മൾ സുന്ദരിമാരായ പെണ്ണുങ്ങളെ മുഖത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ചഞ്ചലം ഉണ്ടായി കഴിഞ്ഞാലേ ചെറിയൊരു സാധനം നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാൽ മതി, അതങ്ങ് പോകും. അതായത് സുന്ദരിമാരായ ഒരു പെണ്ണിന്റെ മുഖത്ത് നമ്മൾ ഇനി നോക്കുമ്പോൾ ആ നിമിഷം തൊട്ട് 20 വർഷം മുന്നിലേക്ക് നമ്മൾ ചിന്തിക്കണം. അന്നേരം അവരെങ്ങനെ ഇരിക്കും? ചുക്കിച്ചുളങ്ങി വയസ്സായി നമ്മുടെ അമ്മയുടെ ഫീല് തോന്നും. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ സുന്ദരിമാരെ കാണുമ്പോൾ ഉള്ള ഫീൽ അങ്ങ് ഇല്ലാതാക്കി കളയാം. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തത്. ഇതൊക്കെ മങ്ങിത്തൊലിക്ക് പോകത്തേ ഉള്ളൂ, അല്ലാതെ അതല്ല സാറേ. സാറ് കല്യാണം കഴിച്ചതാണോ? ചുരുക്കി പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ചുരുക്കാതെ പറഞ്ഞ 8 എണ്ണത്തിനെ ഞാൻ എങ്ങനെ ചുരുക്കും? 8 എണ്ണം കെട്ടിയ മുതലാണ് ഈ തള്ളിക്കൊണ്ടോന്നി. അതാ എന്റെ മിടുക്ക്. ഈ 8 എണ്ണം ഇപ്പൊ ഇവിടെ ഉണ്ട്. അതാ എന്റെ വേറൊരു മിടുക്ക്. സാറേ ഞാൻ അവളെ ഇങ്ങോട്ട് വിളിക്കട്ടെ. എന്തിനാ? അപ്പൊ നിങ്ങളുടെ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞായിരുന്നു? ഷൂട്ട് കഴിഞ്ഞു
പറഞ്ഞില്ല സാറേ, ക്യാമറമാൻ പറ്റിച്ചിട്ട് പോയല്ലോ. ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. എന്റെ പൊടിമനെ, ഞാൻ കാര്യം ചോദിച്ചട്ടെ. പറയണം സാർ. ഒരു പ്രശസ്ത സിനിമാ സംവിധായകൻ നിങ്ങളുടെ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോ എടുത്ത് തരുന്നതിൽ വിരോധം എന്തെങ്കിലുണ്ടോ? സന്തോഷമുണ്ട് സാർ. സന്തോഷം. എനിക്ക് ഭയങ്കര പെരുത്ത സന്തോഷം. എനിക്ക് എന്താ? കുറെ നാളായി ഇതിനകത്ത് ഞാൻ ഞെക്കിയിട്ട് അതിന്റെ അപ്പൊ ഞാൻ അവളെ വിളിക്കാം. പെണ്ണിനെ വിളിക്കാം. പിന്നെ വിളിക്കാം. റൂബി മോളെ. പിന്നെ ഇരിക്കണ ആരെന്നറിയാ? പറഞ്ഞു തരാം. സസ്പെൻസ് ആണ് സാറേ. ഇതാണ് ഞാൻ കെട്ടാൻ പോണ പെണ്ണ്. ഇതാണ് പെണ്ണ. ഓ, സത്യം പറയും, പെണ്ണാണ് ഇയാൾ കെട്ടുന്നത്. അമ്മയാണ് ഇതിനാണ് ഞാൻ കെട്ടുന്നത്. സത്യം. ഇവൻ നമ്പരാനെ ഇവൻ ഗുണം പിടിക്കല്ലേ. ഇവൻ വെറുതെ ഡയറക്ടറാന്ന് പറഞ്ഞ് നടക്കും. നിന്നെ ഞാൻ ഉള്ളി പറഞ്ഞു. വലിയ ഡയറക്ടറാണ്. നമ്മളെ ഭാഗ്യത്തിനല്ലേ വന്നത്. നമ്മളെ ഫോട്ടോ ഒക്കെ പുള്ളിക്കാരെ എടുത്തു തരാന്ന് പറഞ്ഞു. അടങ്ങി നിന്ന് പതുക്കെ ചാട്. അപ്പന്റെ കോല് കളഞ്ഞില്ല, വെച്ചേരാ കയ്യില്. സാറേ എന്തോ എന്ത് പറ്റി സാറേ? ഈ പെണ്ണിന്റെ കണ്ണി നോക്കുമ്പോഴേ 11 kV എന്ന് കറണ്ട് അടിക്കുന്ന ഒരു ഫീൽ. സാറിന് അങ്ങനെയെങ്കിലും തോന്നുന്നു. ചെറിയൊരു ബാറ്ററി എന്നൊരു കറണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ രാവിലോട്ട് കിടക്കുകയാണ്. അതുപോലും കിട്ടില്ല എനിക്ക്. LED ബൾബ് കത്തിക്കാനാ കൊതിയില്ലയോ? സാറേ ഒന്ന് ഫോട്ടോ എടുക്കണം സാറേ. അവന് സാറേ ദേഹത്ത് തൊട്ടൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണേ. തൊടാ സമ്മതിക്കില്ല അവള്. ചെയ്തു തരാന്ന്. ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ നീ നിന്ന് ഞാൻ ചെയ്തു തരാം. ഞാൻ റെഡിയാണല്ലോ സാറേ. ഫോട്ടോ എടുക്കാം സാറേ. ഫോട്ടോ എടുക്കാം. ഞാൻ അത് ഈ ക്യാമറക്കകത്ത് ചലന്തി എടുത്ത് കളയട്ടെ. ചലന്തി ഇതിനകത്ത് കിടക്കണം. അപ്പൊ ചേർന്ന് നിന്ന് ചേർന്നാ മതി. മതി. എഡിറ്റ് ചെയ്ത് അടുപ്പിച്ചോളാം. അപ്പൊ ഇത് നോക്കിയേ സാറേ. മറ്റേ ചിക്കൻ പിടിക്കാം. ഓക്കെ എടുത്താ. അയ്യോ, ഇത് വലിയ ചേർച്ചയില്ല, അകന്നു പോയി. ഇത് കുഴപ്പമില്ല. നമ്മൾ എഡിറ്റ് ചെയ്തും കയറ്റി അടുപ്പിച്ച ഉമ്മ വയ്ക്കണ ഒരു ഫോട്ടോ. അത് എല്ലായിടത്തും ഉള്ളതാണ് ഇത്. ഇവിടെ അവളാ അവളവിടെ. അയ്യോ, അതെങ്ങനെ? അതെയോ സാർ? ചിപ്പിള് കൊടുക്കുകയോ? ഓക്കെ എന്തൊരു ചുണ്ട്. മോള് വെറുതെ ഇങ്ങനെ വെച്ചേ. ദൂരെ ദൂരെ ഇരിക്കുന്നത്. അത് അടുപ്പിച്ച് നോക്ക്. ഫ്രഞ്ച് പോലിരിക്കുന്ന ആൾ കിടക്കുന്ന സാധനം. വേറെ സ്റ്റില്ലിടട്ടെ. ഒരു സ്റ്റില്ലിടട്ടെ. വേറെ ചെയ്ത് എങ്ങനെ സ്റ്റില്ലിട്ട? ഭയങ്കര തൊലിക്കെട്ടിയാണല്ലോ. പിന്നെ ഭയങ്കര തൊലിക്കെട്ടിയാണ് ക്യാമറ പ്രതി. ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടുത്തെ കാരണം എന്തോന്നൊരു കുത്തിന്റെ അത്. ആ ചലന്തി എന്നെ പാലിനകത്തൂടെ കയറി പോയടാ. കൊല്ല് സാറേ, കൊല്ല് കൊല്ല് കൊല്ലതിനെ കൊല്ല് കൊല്ല്. പിന്നെ ഞാനിത് ഉപകാരം ചെയ്തു തരാം. ഈ സാറിന് എന്ത് വേണം പറയണേ സാറേ. എന്റെ സിനിമക്കകത്തെ ഈ നായിക കൊക്കയിലോട്ട് ചാടുന്ന ഒരു സീനുണ്ട്. അപ്പൊ അവളെ ഒരാൾ രക്ഷിക്കണം. അപ്പൊ നമുക്കൊരു ജൂനിയർ ആർട്ടിസ്റ്റ് വേണം. അപ്പൊ താൻ വന്നിട്ട് ഞാൻ രക്ഷിക്കുന്ന സാധനം ചെയ്യാമോ? ഞാൻ രക്ഷിക്കണം. സാറ് ഞങ്ങൾക്ക് ഒരു ഫേവർ ചെയ്തപ്പോ തിരിച്ച് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ സാറേ? അത് ഞാൻ എങ്ങനെയാണ് രക്ഷിക്കുന്നത്? ചാടാൻ പോകുന്ന കുട്ടിയെ വാരി എടുക്കണം. എങ്ങനെ രണ്ട് കൈ കൊണ്ട് വാരി എന്റെ കയ്യിലോട്ട് എടുക്കുന്നു, എടുത്ത് ഇങ്ങനെ വെക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. ഒരു ചെറിയ സംശയം കൂടെ ചോദിച്ചോട്ടെ. എന്താ? എന്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ടേ കൈന്നിട്ടെ ഒരു 4 കറക്ക് ഇറക്കട്ടെ. നീ കൈ നിന്നിട്ട് ഞാനിവിടെ കിടന്ന് കറങ്ങുന്നത് എന്താ പറയാമെന്ന് അറിയാൻ വേണ്ടി. അതൊന്നും വേണ്ട. അതൊന്നും അല്ലാതെ അങ്ങ് ചെയ്താൽ മതി. ഞാൻ അവളോട് അനുവാദം ചോദിക്കാം. അനുവാദം ചോദിക്കും, കുഴപ്പമൊന്നുമില്ല. സാറ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്നല്ല. അപ്പൊ സാറിന്റെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വന്നിട്ടില്ല ഇന്ന്. അപ്പൊ ഒരു നായിക കൊക്കലോട്ട് വഴുതി വീടുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഞാൻ ചെന്ന് രക്ഷപ്പെടുത്തി എടുക്കുന്ന ഒരു സീൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് സാറ് ചോദിച്ചു. എവിടെ പോയി ആരടുത്ത് നിന്ന് ഷൂട്ട് ചെയ്താലും ഈ ഒരു കമ്പിന്റെ അകലം പാലിച്ചോളണം. കമ്പ് തര കളഞ്ഞില്ലേ? വേണം. എവിടെ പോയി അഭിനയിച്ചാലും ഈ അകലത്തിൽ വേണം നിൽക്കാനായിട്ട്. അകലത്തിൽ നിൽക്കണം പോലും. എന്റെ സിനിമയ്ക്ക് എന്തോന്ന് കാണിച്ചത്? എന്താ അമ്മ കമ്പൊടിച്ച് മൂന്നാറി വന്ന് കമ്പൊടിക്കുന്ന കേസാന്ന് എനിക്കറിയില്ല. ഞാൻ വേറെ കമ്പൊടിച്ചിട്ടുണ്ട്. പ്ലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ പപ്പട എല്ലാം ഞാൻ ഓടിക്കുന്നില്ലല്ലോ. അയ്യോ, പഴയ നടി അടിച്ച അതേ ഫീല്. ഇപ്പൊ നിനക്ക് ആണുങ്ങളെ തുറന്നോണ്ട് ഒരു കുഴപ്പമില്ലല്ലേ? ഇങ്ങേരുടെ പപ്പ ഇങ്ങേർക്ക് കമ്പൊന്നും കൊടുത്തിട്ടില്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട്. സാറേ ക്ഷമിക്കണം സാറേ. ഒരു ക്ഷമിക്കലും ഇല്ല. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. കുറച്ച് സംവിധായകൻ മെമ്പർഷിപ്പ് ഉള്ള ഞാൻ അന്യ സ്ത്രീയുടെ അടിമാറ്റിട്ട് ജീവിച്ചിരിക്കുന്നില്ല. ഞാൻ പോയി ആത്മഹത്യ ചെയ്യാൻ പോകും. ആത്മഹത്യ സാറേ. സാറിന്റെ നാട്ടിന് വേണം ആത്മഹത്യ. ഈ പറഞ്ഞതിന്റെ പേര് ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ നടന്ന സംഭവം ആരുടെയും പറയാമോ? എന്റെ അമ്മയാണ് ഒരു മനുഷ്യൻ്റെ അടുത്ത് ഞാൻ പറയൂലേ. ഇതാരിക്കണോട് ആണ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.